നമ്മളോടൊപ്പം ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് രഞ്ജുഷ ചേരുന്നുണ്ട്. രഞ്ജുഷ ഇതുപോലെ തട്ടിപ്പിനിരയായ ഒരാളാണ്. രഞ്ജുഷയോട് നമുക്ക് ചോദിക്കാം, എന്ത് വാഗ്ദാനമാണ് രഞ്ജുഷയ്ക്ക് ലഭിച്ചത്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന്. രഞ്ജുഷ കേൾക്കാമോ? കേൾക്കാം. രഞ്ജുഷ, ഈ അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിനിരയായ ആളാണ് അല്ലേ? അതെ അതെ. എന്തായിരുന്നു രഞ്ജുഷ, സ്കൂട്ടറിനാണോ ലാപ്ടോപ്പിനാണോ എന്തിനാണ് പൈസ കൊടുത്തത്? ഞാൻ ഇവിടുത്തെ ഫീൽഡ് പ്രൊമോട്ടറാണ്. വാത്തുക്കുടി പഞ്ചായത്തിന്റെ 8ാം വാർഡ്. ഏത് പഞ്ചായത്ത്? അപ്പം വാത്തുക്കുടി പഞ്ചായത്ത്, ഇടുക്കി ജില്ലയുടെ വാത്തുക്കുടി പഞ്ചായത്ത്. പറയൂ. അപ്പൊ നമുക്ക് ഇവിടുന്ന് കൊടുത്തേക്കുന്ന സ്കൂട്ടി, ഗൃഹോപകരണങ്ങള്, പിന്നെ വാട്ടർ ടാങ്ക്, അങ്ങനെ നിരവധി സാധനങ്ങളാണ് ഇപ്പൊ ഇവിടുന്ന് കൊടുത്തേക്കുന്നത്. കുറെ പ്രാവശ്യം ഞങ്ങൾ ഈ വ്യക്തിനെ നേരിട്ട് വിളിക്കുകയുണ്ടായി. അപ്പം തൊടുപുഴ ഇതിലെല്ലാം കൊടുത്തില്ലോ സാറേന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാർഡിൽ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ദിവസം കിട്ടും. ഈ 7ാം തീയതി ബില്ലിങ്, ജനുവരി 7ാം തീയതി എല്ലാ വീട്ടിന്റെ പൈസ അടയ്ക്കും, 10ാം തീയതി തൊട്ട് വിതരണം നടത്തും എന്ന് പറഞ്ഞാണ് നമ്മളോട് ഈ പറഞ്ഞിരുന്നത് ഈ കഴിഞ്ഞ ദിവസം വരെ. രഞ്ജുഷ, ആ വാർഡിൽ നിന്ന് മാത്രം എത്ര രൂപ കളക്ട് ചെയ്തിട്ടുണ്ടാകും? ഞാനിക്ക് ഇപ്പം നിലവിൽ 10 ലക്ഷം രൂപയുടെ ഈ 8ാം വാർഡിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. നമ്മുടെ വാത്തുക്കുടി പഞ്ചായത്തിൽ 1.5 കോടിയോളം രൂപ മൊത്തത്തില് വരുന്നുണ്ട്. 1.5 കോടി രൂപ ഈ പഞ്ചായത്തിൽ നിന്ന് പിരിച്ചിട്ടുണ്ട് അല്ലേ? ഈ രണ്ട് പ്രോജക്റ്റിന് വേണ്ടി മാത്രം, അതായത് സ്കൂട്ടിയുടെയും ഗൃഹോപകരണത്തിന്റെയും മാത്രം പൈസയായിട്ട്. ബാക്കി കണക്ക് ഞങ്ങള് പിന്നെ നമ്മുടെ പഞ്ചായത്ത് കോർഡിനേറ്ററിന്റെ അടുത്ത് അന്വേഷിച്ചിട്ടേ ഉള്ളൂ. നമ്മള് ഓൺലൈനിലല്ലേ സാറേ ഇതെല്ലാം അടച്ചു പോയേക്കുന്നത്. കുറെ പൈസ എല്ലാം ഓൺലൈനിൽ അടച്ചുകൊണ്ട് അതിന്റെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. രഞ്ജുഷ ഇതിനകത്തുള്ള ഈ ഫീൽഡ് വർക്കർ ആയിരുന്നു അല്ലേ? എന്താ, ഫീൽഡ് പ്രൊമോട്ടർ ആയിരുന്നു. ഫീൽഡ് പ്രൊമോട്ടർ ആയിരുന്നു. അപ്പൊ ആളുകൾ ഇപ്പോൾ ഈ 8ാം വാർഡിലെ ആൾക്കാരൊക്കെ രഞ്ജുഷയുടെ ആയിരിക്കുമല്ലോ ഇത് ചോദിക്കുന്നുണ്ടാവുക? എന്റെ പരാതി വന്നിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച് ഞാൻ അവിടെ പോയി ഹാജരാകുകയും ചെയ്തു. നിലവില് ഞാൻ ഇതിങ്ങനെ ഒരു വിവരം പറഞ്ഞതിന് ശേഷമാണല്ലോ ജനങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോ പ്രോജക്റ്റിന് പൈസ അടയ്ക്കുകയും ഓൺലൈൻ അടയ്ക്കാൻ പറയുന്ന അക്കൗണ്ട് നമ്പറെല്ലാം നമ്മുടെ കയ്യിൽ നിന്നാണല്ലോ സാറേ കൊടുത്തേക്കുന്നേ. അതുവഴിയാണ് ഇവരെല്ലാം പൈസ കൊടുത്തേക്കുന്നത്. അപ്പൊ ആദ്യം വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി പ്രോജക്റ്റുകൾ കുറേയേറെ നമുക്ക് ഇവിടെ വാർഡുകളിൽ തരികയൊക്കെ ചെയ്തു. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തി. അപ്പൊ സാധാരണക്കാരായ ആൾക്കാരല്ല പേര് പണയം വെച്ചും പലിശക്കെടുത്തും ഒക്കെ ഇത്രയും പൈസക്ക് കിട്ടുന്നതല്ലെന്ന് ഓർത്ത് ഒത്തിരി പേരും പൈസ അടിച്ചു. എനിക്കൊരു ഷോപ്പുണ്ട്, അവിടെ പോയി ഇരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണ് എനിക്ക്. അല്ലെ രഞ്ജുഷ, ഈ അനന്തകൃഷ്ണനെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ ചിങ്ങമാസം 1ാം തീയതി എറണാകുളത്ത് വെച്ച് ഇതിന്റെ ജൈവഗ്രാമം പോർട്ട് പുതിയ ഒരു രജിസ്ട്രേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് വിളിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു എറണാകുളത്ത് വെച്ച്. അതിന്റെ ഭാഗമായിട്ട് ഇടുക്കിയിൽ നിന്നും പോയ ഒരു വ്യക്തിയിൽ ഞാൻ ഇവിടുന്ന് 2 കർഷകരെ അതിന്റെ അകത്ത് പങ്കെടുപ്പിക്കുകയും ചെയ്തതാണ്. ഓ ശരി. അപ്പോ അനന്തുമായിട്ട് സംസാരിച്ചു? നേരിട്ട് സംസാരിച്ചിട്ടില്ല. അന്ന് നമ്മള് അവിടെ ഒത്തിരി എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതിലൊരു ഭാഗമാകാൻ ആയിട്ടുണ്ട്. ശരി രഞ്ജുഷ, നിങ്ങൾ ഈ ആളുകളെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഇൻസെന്റീവ് ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്ര ആളുകളെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര പൈസ എന്നാണോ? നിങ്ങൾക്ക് എങ്ങനെയാണ്? സാറേ, നമുക്ക് തന്നിരുന്നത് ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 320 രൂപയാണ്. ആ 320 രൂപ വരുമ്പോൾ നമുക്ക് ഇതുവരെ തന്നിരിക്കുന്ന അതിലൊരു 100 രൂപ ഒരാളുടെ മെമ്പർഷിപ്പ് ചേർക്കാൻ നമുക്ക് 100 രൂപയാണ് തന്നുകൊണ്ടിരുന്നത്. അത് കുറച്ച് പൈസ മാത്രമാണ് നമ്മുടെ കോർഡിനേറ്റർ നമുക്ക് തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഓരോ സാധനങ്ങൾ, അതായത് ഇപ്പൊ ഒരു 10 ലക്ഷം എടുക്കുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടണമല്ലോ രഞ്ജുഷയ്ക്ക്. അങ്ങനെയാണെങ്കിൽ കിട്ടിയില്ലേ? എന്തോ 1 ലക്ഷം രൂപയെങ്കിലും എന്റെ കിട്ടണമല്ലോ. വാർഡിൽ ആകെ 350 മെമ്പർഷിപ്പേ കയറി പോയിട്ടുള്ളൂ. ഓ അത് ശരി, ഓക്കെ. ആ പൈസ തന്നെ കോർഡിനേറ്റർ മുഴുവൻ തന്നിട്ടില്ല? ഇല്ല. അപ്പൊ കോർഡിനേറ്ററുടെ വക വേറെ തട്ടിപ്പുണ്ടെന്നാണോ? നിലവില് സാറേ അന്വേഷിച്ച് കഴിയുമ്പം ഇപ്പം ഇതിന്റെ ഒരു കേസ് വന്നതിന്റെ ഭാഗമായിട്ട് അറിയുമ്പോൾ ഓരോരുത്തർക്ക് കമ്മീഷനൊക്കെ ആയിട്ട് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിവ്. ശരി രഞ്ജുഷ, ഏതായാലും തട്ടിപ്പിന്റെ ഒരു വലിയ കണ്ണിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രഞ്ജുഷ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലെ രഞ്ജുഷ എന്ന് പറയുന്ന ഈ യുവതി ഇടുക്കിയിലെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ ഫീൽഡ് പ്രൊമോട്ടറാണ്. ഇതുപോലെ ധാരാളം ഫീൽഡ് പ്രൊമോട്ടർമാർ കണ്ണികളായിട്ടുള്ള ഒരു വലിയ തട്ടിപ്പിന്റെ ശൃംഖല എന്ന് വേണമെങ്കിൽ നമുക്ക് അനന്തകൃഷ്ണന്റെ ഈ തട്ടിപ്പിനെ കുറിച്ച് പറയാൻ കഴിയും. അനന്തകൃഷ്ണന്റെ നാട് തൊടുപുഴയാണ്. അവിടെ അനന്തകൃഷ്ണൻ എന്ന വ്യക്തി എങ്ങനെയായിരുന്നു, നാട്ടുകാർക്കിടയിൽ ഇയാൾക്കുള്ള പ്രതിച്ഛായ എന്താണ്, നാട്ടുകാരുമായുള്ള ഇയാളുടെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. രാഹുൽ വിജയൻ തൊടുപുഴയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, വലിയ തട്ടിപ്പുകാരൻ എന്ന നിലയിലാണ് അനന്തകൃഷ്ണനെ ഇപ്പോൾ നമ്മൾ അറിയുന്നത്. കാരണം കോടിക്കണക്കിന് രൂപ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അയാൾ നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പരാതികളുമായി രംഗത്തുണ്ട്. സ്വന്തം നാട്ടിൽ അനന്തകൃഷ്ണൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അയാളുടെ മേൽവിലാസം എന്താണ്? അയാളുടെ പ്രതിച്ഛായ എങ്ങനെയാണ്?
ഗോപികൃഷ്ണൻ സ്വന്തം നാട്ടിൽ അനന്തകൃഷ്ണൻ മാന്യൻ, സൽസ്വഭാവി, ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറുന്ന ഒരു പയ്യൻ, അങ്ങനെ തന്നെയാണ്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ അപ്പോഴും നാട്ടുകാർ പറയുന്നുണ്ട് അനന്തകൃഷ്ണൻ പണ്ട് മുതലേ ചെറിയ ചെറിയ പരിപാടികളൊക്കെ, തട്ടിപ്പ് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം നോട്ടരട്ടിപ്പ് പരിപാടിയാണ് നടത്തിയിരുന്നത്, പണവിരട്ടിപ്പ് പരിപാടിയാണ് നടത്തിയിരുന്നത്. 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും അത് 2 ലക്ഷം രൂപയാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നടത്തിയിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അനന്തകൃഷ്ണന്റെ വീട്ടിലാണ്. ഒരു വലിയ വീടൊക്കെ ഉണ്ട്. ആ വീട്ടിൽ ഈ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അവർ ഈ വീട്ടിൽ നിന്ന് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2018 മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ സൊസൈറ്റി എന്ന പേരിൽ ഒരു NGO ഈ അനന്തകൃഷ്ണൻ രൂപീകരിക്കുന്നത്. അതിനുശേഷം കോളപ്രയിലും സമാനമായ രീതിയിൽ അതിൻ്റെ ഒരു സഹോദര സ്ഥാപനം പോലെ ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് 62 ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത്. ഓരോ ബ്ലോക്കിന് കീഴിലും ഓരോ ഗ്രൂപ്പുകൾ എന്ന പേരിൽ, സീഡ് എന്ന പേരിൽ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതും അതിന് ഓരോ കോർഡിനേറ്റർമാരെ വെക്കുന്നു. അങ്ങനെയുള്ള തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കിയിൽ ആദ്യഘട്ടത്തിൽ സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സ്കൂട്ടർ കിട്ടിയ ആളുകളുണ്ട്. തയ്യൽ മെഷീൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് കിട്ടിയ ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് ഈ കാർഷിക ഉൽപ്പന്നങ്ങളാണ്. വളം, അതുപോലെ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 2022 വരെ വലിയ കുഴപ്പമില്ലാത്തതൊക്കെ കൊടുത്തു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ അനന്തകൃഷ്ണന്റെ തനി നിറം പുറത്തു വരുന്നത്. 2022 പരാതികളൊക്കെ വന്നു തുടങ്ങി. പക്ഷേ സാമ്പത്തികമായ ഭദ്രതയിലേക്ക് എത്തിയതോടുകൂടി തന്നെ ചില സാമ്പത്തിക സഹായങ്ങൾ പലർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ കേസുകളൊക്കെ തേച്ചുമാച്ച് കളയാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ പരാതികൾ ഒരു വലിയ പരാതി പ്രളയമായി തന്നെ വന്നതോടുകൂടിയാണ് അനന്തകൃഷ്ണൻ ഇപ്പോൾ ഒടുവിൽ പെട്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മളോടൊപ്പം ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ചേരുന്നുണ്ട്. ചേട്ടാ, അനന്തകൃഷ്ണനെ നിങ്ങൾക്ക് എത്ര നാളായിട്ട് അറിയാം? ആളെങ്ങനെയുള്ള ആളാണ്? ചെറുപ്പം മുതലേ അവൻ ജനിച്ച് വളർന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നത്. അന്ന് മുതലുള്ള പരിചയമുണ്ട്. ആള് നല്ല മര്യാദക്കാരനും ജനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും എല്ലാ കാര്യങ്ങളൊക്കെ ഒരു മുൻപന്തി നിൽക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഈ തട്ടിപ്പ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു? പണ്ട് തൊട്ടേ 2016 ആ ഒരു കാലഘട്ടത്താണെന്ന് തോന്നുന്നു സമാനമായ തട്ടിപ്പ് ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. അത് ഈ നോട്ട് ടിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട്. രാഹുൽ, ഏതായാലും ഈ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എടുത്തു വെക്കൂ. നമുക്ക് ആ പ്രതികരണങ്ങൾ പിന്നീട് കൊടുക്കാം.